بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് അർദ്ധവാർഷിക പരീക്ഷയിൽ ഫിഖ്ഹിന്റെ വിഷയത്തിൽ വന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പ്രവർത്തനം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നാണ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടയാളം, കറാഹത്ത്, വിത്തർ, തഹജ്ജുദ്, സുജൂദ് ശുക്രി, സുജൂദ് തിലാവത്തി. ഒന്നാമത്തെ ചോദ്യം എന്തെന്ന് നമുക്ക് നോക്കാം. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണ്. ഇവിടെ ബ്രാക്കറ്റിൽ തഹജ്ജുദ് എന്നുണ്ട്. തഹജ്ജുദ് എന്നാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തേത് റവാത്തിബ് നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമായ സുന്നത്ത് നിസ്കാരമാണ്. അതിൻ്റെ ഉത്തരം വിത്തർ എന്നാണ്. മൂന്നാമത്തേത് ളുഹാ നിസ്കാരം ശരിയായ മുഅ്മിനിന്റെ അടയാളം എന്ന് മുകളിലുണ്ട്. അതാണ് അതിൻ്റെത്. നാലാമത്തേത് തഹയ്യത്ത് നിസ്കാരം കാരണം കൂടാതെ ഒഴിവാക്കൽ കറാഹത്താണ്. 5 നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ചെയ്യാം. സുജൂദ് തിലാവത്തിന്റെ സുജൂദ്. ആറാമത്തേത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. സുജൂദ് ശുക്രിന്റെ സുജൂദ്, അത് നിസ്കാരത്തിൽ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം എന്നാണ്. 1. കാൽപാദം, നെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഡാഷ് ഖുഫ എന്നാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് ഔറത്ത് മറക്കുന്നതിൽ ചെറിയവരും വലിയവരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നാണ് അവിടെ എഴുതേണ്ടത്. മൂന്നാമത്തേത് നിസ്കാരം അല്ലാത്ത അവസരത്തിലും ഔറത്ത് മറക്കൽ വാജിബാണ് എന്നാണ് എഴുതേണ്ടത്. നാലാമത്തേത് നിസ്കാരമല്ലാത്ത അവസരം നനവില്ലെങ്കിൽ നജസായ വസ്ത്രം ധരിക്കാവുന്നതാണ്. അഞ്ചാമത്തേത് പുരുഷന് കൈകാലുകളിൽ മൈലാഞ്ചി ചായം കൊടുക്കലും താടി വടിക്കലും ഹറാമാണ് എന്നാണ് എഴുതേണ്ടത്. മൂന്നാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം എന്നാണ്. ഒന്നാമത്തേത് തഹയ്യത്ത് നിസ്കരിക്കാൻ സൗകര്യപ്പെടാത്തവന്റെ 4 പ്രാവശ്യം പറയൽ സുന്നത്തുള്ളത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അടുത്തത് വിത്തർ നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം പറയൽ സുന്നത്തുള്ളത്. സുബ്ഹാന മലിക്കിൽ ഖുദ്ദൂസ്. മൂന്നാമത്തെ ചോദ്യം ളുഹാ നിസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ വശംസി വദ്ദുഹ എന്നീ 2 സൂറത്തുകളാണ് സുന്നത്തുള്ളത്. നാലാമത്തെ ചോദ്യം റവാത്തിബ് സുന്നത്തുകളിൽ വളരെ ഏറെ പ്രധാനമുള്ള 10 റക്അത്തുകൾ ഏതൊക്കെയാണ്? ളുഹർ, സുബ്ഹ് എന്നിവയുടെ
മുമ്പ് ഈ 2 റക്അത്തുകളും ളുഹർ, മഗ്രിബ്, ഇശാ എന്നിവയുടെ ശേഷം ഈ 2 റക്അത്തുകളുമാണ്. അഞ്ചാമത്തേത് സുജൂദ് തിലാവയിൽ ചൊല്ലൽ സുന്നത്തുള്ളത്. ആ ദിക്റാണ്, ദുആ ആണ് എഴുതേണ്ടത്. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ് എഴുതേണ്ടത്. നാലാമത്തെ പ്രവർത്തനം 2 വീതം എഴുതാം എന്നാണ്. അതിൽ ഒന്നാമത്തേത് സഹ്വിന്റെ സുജൂദിനുള്ള കാരണങ്ങൾ 2 എഴുതാൻ. 1. അബ്ആദ് സുന്നത്തുകളിൽ നിന്ന് ഒന്നിനെ മനഃപൂർവമോ മറന്നോ ഒഴിവാക്കുക. 2. മനഃപൂർവം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്ന് ചെയ്യുക. രണ്ടാമത്തേത് ഖുഫിന്റെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്ത്. 1. ഖുഫ ശുദ്ധിയുള്ളതായിരിക്കൽ. 2. നെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ. 3. ഉള്ളിലേക്ക് വെള്ളം കടക്കാതിരിക്കൽ. ഖുഫ ധരിച്ചു നടക്കാൻ കഴിയുന്നതായിരിക്കൽ. ഇതിൽ ഏതെങ്കിലും 2 എഴുതി കൊടുക്കുക. അഞ്ചാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം എന്നാണ്. 5-ൽ ഒന്നാമത്തേത് തഹയ്യത്ത് നിസ്കാരത്തിന്റെ സമയം ഏത്? ഉത്തരം തഹയ്യത്ത് നിസ്കാരത്തിന്റെ സമയം പള്ളിയിൽ പ്രവേശിച്ചതു മുതൽ ഇരിക്കുന്നത് വരെ ആകുന്നു. രണ്ടാമത്തേത് തഹയ്യത്ത് നിസ്കരിക്കൽ കറഹത്താണ് ആർക്ക്? ഖുതുബയുടെ സമയം ആയ ശേഷം വന്ന ഖതീബിനും തവാഫ് ഉദ്ദേശിച്ച് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവനും തഹയ്യത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. മൂന്നാമത്തേത് വിത്ർ നിസ്കാരത്തിന്റെ സമയം ഇശാ നിസ്കരിച്ചതിന് ശേഷം മുതൽ ഫജ്ർ സ്വാദിഖ് വരെയാകുന്നു വിത്ർ നിസ്കാരത്തിന്റെ സമയം. നാലാമത്തേത് ളുഹ നിസ്കാരത്തിന്റെ സമയം ഏത്? സൂര്യൻ ഉദിച്ചുയർന്നത് മുതൽ ഉച്ച വരെയാണ് അതിന്റെ സമയം.